ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഷിനി മധുസൂദനൻ എന്നു പേരുള്ള ഒരു ചാണക സംഗിണിയെ കുറിച്ചാണ്. ഈ ചാണക സംഗിണി ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. കുറച്ചു നാൾ മുന്നേ ഒരു ഉസ്താദിനെ വല്ലാണ്ട് തെറി വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് ഈ ചാണക സംഗിണി. അന്ന് ഈ ചാണക സംഗിണിയെ നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് റിയാക്ട് ചെയ്ത് വിട്ടതാണ്. പക്ഷെ അതിനുശേഷം ഒരുപാട് ആൾക്കാർ വിമർശിച്ചിട്ടും ഈ ചാണക സംഗിണിയുടെ പറയുന്ന ഭാഷയിൽ യാതൊരു വ്യത്യാസവും വന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പൊ നമ്മുടെ ചാണക സംഗിണിയുടെ വിഷയം എന്നറിയാം. നമ്മുടെ കേരളത്തിലെ മുസ്ലിം ഉണ്ടല്ല നിർബന്ധിച്ചിട്ടില്ല മറ്റുള്ള മതങ്ങളെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്നുണ്ടെന്നാണ് ഈ ചാണക സംഗിണി പറയുന്നത്. അതിന്റെ കാരണമായി ഈ ചാണക സംഗിണി പറയുന്നത് 24-ലെ നമ്മൾ ശ്രീകണ്ഠൻ നായർ മിനിഞ്ഞാന്ന് ചായ കുടിച്ചോണ്ട് ചാനലിൽ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഏതോ രണ്ടാൾക്കാർ കമന്റ് ചെയ്ത് ശ്രീകണ്ഠൻ നായരെ നോമ്പല്ലേ നമ്മളെ മുന്നിൽ ഇങ്ങനെ ചായ കുടിക്കല്ലേ എന്ന് പറഞ്ഞ്. പക്ഷെ അത് കേട്ടപാട് ബുദ്ധിയും വിവരമില്ലാത്ത ശ്രീകണ്ഠൻ നായരുണ്ടല്ല അത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചായ കൂടി അവിടെ നിർത്തി. ഇല്ല ഇനി മുതൽ ഞാൻ ചായ കുടിക്കില്ലാന്ന് ഒരൊറ്റ പറച്ചില്. ആ സംഭവമാണ് നമ്മൾ ഈ സംഗിണി ചേച്ചി എടുത്തു പിടിച്ചു കൊണ്ടുവന്നിട്ട് വല്ലാണ്ടങ്ങ് കുരുവട്ടി അവതരിപ്പിക്കുന്നത്. ബോധവും വിവരമുള്ള എല്ലാവർക്കും അറിയാം ഒരു മുസ്ലിമും അങ്ങനത്തെ ഒരു കമന്റ് ഇടൂലാന്ന്. പിന്നെ അങ്ങനെ ഒരു കമന്റ് ഇടാൻ ഒരേ ഒരു സാധ്യതയുള്ളത് കേരളത്തില് നമ്മളെ സംഘികളാണ്. സംഘികളല്ലാതെ ആ കമന്റ് വേറെ ആരും ഇടൂലാന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തനം ഏറ്റവും വിവരമുണ്ടെന്ന് വിചാരിക്കുന്ന ശ്രീകണ്ഠൻ നായരല്ലേ, അയാൾക്ക് ഒരു ബോധമില്ലാണ്ടായി പോയി. എന്തായാലും ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സംഭവത്തിൽ കുരുപൊട്ടിക്കൊണ്ട് നമ്മുടെ ഈ സംഗിണി ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ. എന്തായാലും ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് ഒരു മതവിഭാഗത്തിന്റെ മാത്രം ചടങ്ങായ നോമ്പ് തുടങ്ങിയാല് ബാക്കി കൂട്ടത്തിലുള്ളവരെല്ലാവരും അത് അനുവർത്തിക്കണം എന്നുള്ള തിട്ടൂരം അതെന്തിനാണെന്നാണ് ഇന്നത്തെ ചോദ്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ചാനലിൽ കണ്ടതാണ്. ശ്രീകണ്ഠൻ നായരുടെ ചാനലിൽ അദ്ദേഹം ചായക്കപ്പുമായിട്ട് ന്യൂസ് അവറോ എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഏതോ ഒരുത്തൻ വന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്, നോമ്പ് തുടങ്ങുമ്പോൾ നിങ്ങൾ എന്തിനാണ് ചായക്കപ്പും കൊണ്ട് നിൽക്കുന്നതെന്ന്. എത്ര വിചിത്രമായ ആചാരം, അല്ലെങ്കിൽ എത്ര വിചിത്രമായ ചോദ്യം. ഇതുകൊണ്ടാണ് ഇവരെ മൂരി എന്ന് വിളിക്കുന്നത്. മൂരികളെന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം മൂരികൾക്ക് രണ്ടോ കുന്തോ ഇല്ലല്ലോ. അപ്പോ ഒരു മതവിഭാഗത്തിന്റെ ചടങ്ങാണ് അവരുടെ നോമ്പ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, ഞാൻ ബഹുമാനിക്കുന്നു, എല്ലാം ഓക്കെ. പക്ഷേ അത് നാട്ടിലുള്ള മറ്റുള്ള എല്ലാവരും അത് അനുവർത്തിക്കണം എന്നൊക്കെ വാശി പിടിക്കുന്നത് അങ്ങേയറ്റത്തെ ഓവറല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന മാതിരി, അതായത് ഒരു ദൈവികമായ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ദൈവികമായ ഒരു നടക്കേണ്ട ഒരു കാര്യം അത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതാണോ? അങ്ങനെയല്ലല്ലോ. ഒരു ദൈവങ്ങളും അവരുടെ കാര്യങ്ങൾ മുഴുവൻ അടിച്ചേൽപ്പിക്കാനൊന്നും വന്നിട്ടില്ല. ഇനി ഈ വിഭാഗക്കാരുടെ ദൈവങ്ങൾ എങ്ങനെയാണോ നമുക്കറിയില്ല. എന്റെ സംഗിണി ചേച്ചി, ഒരു ദൈവവും ആരെ കൊണ്ട് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ഒരു വ്രതം എടുപ്പിക്കുന്നില്ല. പിന്നെ ചേച്ചി ഇപ്പം പറഞ്ഞ അടിച്ചേൽപ്പിക്കലല്ലേ, ആ അടിച്ചേൽപ്പിക്കല് കേരളത്തിൽ മാത്രമേ ഇല്ലാണ്ടുള്ളൂ. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഊപ്പിയിൽ ചേച്ചി ഊപ്പി പോയിട്ടുണ്ടെങ്കിലല്ല അവിടെ നല്ല അടിച്ചേൽപ്പിക്കലുണ്ട്. അതായത് പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന ഊപ്പി പോലുള്ള സംസ്ഥാനങ്ങളിൽ നല്ല അടിപൊളി അടിച്ചേൽപ്പിക്കലുണ്ട്. അതായത് ഹിന്ദുവിന്റെ എന്തെങ്കിലും ആഘോഷം നടക്കുന്നെങ്കിൽ ആ ഏരിയയിലേക്ക് മുസ്ലിങ്ങൾക്ക് പോയിക്കൂടാ. ഇനി അഥവാ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവരെ വീട്ടില് നോൺ വെജ് വെക്കാൻ പാടില്ല. അവിടെ നിന്ന് മുസ്ലിങ്ങൾ കച്ചവടങ്ങളെ നടത്താൻ പാടില്ല. അങ്ങനെ മുസ്ലിങ്ങളെ മേല് ഹിന്ദുവിന്റെ ആചാരം ഉണ്ടല്ല അത് അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഊപ്പി പോലുള്ള BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് എന്റെ കുരുപൊട്ടി സംഗിണി ചേച്ചി. അതുകൊണ്ട് ചേച്ചി ഇപ്പം പറഞ്ഞ അടിച്ചേൽപ്പിക്കില്ലേ, അത് വേറെ ആരുമില്ല, അത് ചേച്ചി ഒരുപാട് ഇഷ്ടപ്പെടുന്ന സംഘപരിവാറുകാർ തന്നെയാണ്. അതുകൊണ്ട് ചേച്ചിയുടെ ഈ അടിച്ചേൽപ്പിക്കലിനെ കുറിച്ച് ഇനി അധികം പറഞ്ഞാൽ ചേച്ചി വല്ലാണ്ട് അങ്ങ് നാറിപ്പോകും. പിന്നെ ചേച്ചിയുടെ വിഷയം വേറെ ഒന്നുമല്ല, മുസ്ലിം എന്ന് കേട്ട് കഴിഞ്ഞാൽ ചേച്ചിക്ക് എന്തായാലും കുരുപൊട്ടുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിപ്പോ ശ്രീകണ്ഠൻ നായരുടെ ചായ കുടിയല്ല, വേറെ ഒന്നുമല്ല. ചേച്ചിക്ക് മുസ്ലിങ്ങളെ പറ്റി എന്തെങ്കിലും കുറ്റം വേണം, അത് മാത്രമാണ് ചേച്ചിയുടെ ഉദ്ദേശം. പിന്നെ ചേച്ചിയോട് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇസ്ലാമിക ഭരണമുള്ള സ്ഥലങ്ങളുണ്ടല്ല അവിടെ പോലും മറ്റുള്ള മതങ്ങളോട് നോമ്പെടുക്കാൻ പറയുന്നില്ല. പിന്നെ കുറച്ച് ഹിന്ദുക്കൾ നോമ്പെടുക്കുന്നുണ്ട്. അക്കാര്യമാണ് ചേച്ചിക്ക് ഇമാതിരി കുരുവട്ടാനുള്ള കാരണം കൃത്യമായിട്ട് അറിയാം. അവരുണ്ടല്ലോ നോമ്പെടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നോമ്പെടുക്കുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യപരമായ കാര്യങ്ങളുണ്ടെന്ന് തെളിയിച്ചതാണ്. പല ഡോക്ടർമാരും തെളിയിച്ചതാണ്. അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ഹിന്ദുക്കൾ നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നോമ്പെടുക്കുമ്പോൾ അതിന്റെ പേരിലും നിങ്ങൾ പോയിട്ട് മുസ്ലിങ്ങളെ തലയിൽ കേറല്ലേ എന്റെ സംഗിണി ചേച്ചി. ഇനി നമുക്ക് ബോധവും വിവരമില്ലാത്ത ഈ സംഗിണി ചേച്ചി അടുത്തതായിട്ട് എന്താ പറയുന്നത് കേട്ടിട്ട് വരാം. ഇപ്പൊ ഇതിനു മുമ്പ് കുറച്ചുനാൾ മുമ്പ് ഇവിടെ സംഭവിച്ചത് എന്താ വെച്ചാല് ഒരു ഹലാല് ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ ഹലാല് ഫുഡ് എല്ലാവരും കഴിച്ചാൽ മതി, തിട്ടൂരമാണ്. നീ നിന്റെ അടുക്കളയിൽ ഹലാല് വേവിച്ചാൽ മതി, ഞാൻ എന്റെ അടുക്കളയിൽ ഹലാല് വേവിച്ചാൽ മതി, ഹലാല് തിന്നാ മതി എന്നൊരു തിട്ടൂരം എല്ലാവരും കൂടി എടുത്ത് തോട്ടിക്കളഞ്ഞു ആ ഹലാല് തിട്ടൂരം. അതുകൊണ്ട് എന്തുണ്ടായി, ഈ ഹലാല് അടിച്ചേൽപ്പിക്കാൻ നോക്കിയപ്പോൾ അതുവരെ അതിന് മൈൻഡ് ചെയ്യാതിരുന്ന മനുഷ്യർ മുഴുവനും അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് ഇവന്മാർക്ക് പറ്റുന്ന ഒരു പൊട്ടത്തരങ്ങളാണ്. കാരണം ആരും ഹലാലിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാലത്താണ് ഹലാല് പൊങ്ങി വന്നത്. ഈ ഹലാല് പൊങ്ങി വന്നപ്പോൾ ആ ഹലാലിനെ കുറിച്ച് ഒരാളും അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ചിന്തിക്കുകയോ എന്താണ് ഹലാൽ എന്ന് പോലും ഞാൻ ചിന്തിക്കാറില്ല. അപ്പൊ ആ സമയത്ത് ഇവര് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിതരാക്കി നമ്മൾ ഹലാൽ എന്താണെന്ന് എല്ലാവരും കുത്തിപ്പിടിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. എന്താണ് ഹലാല്? അപ്പൊ നമുക്ക് മനസ്സിലായി ഹലാൽ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തിന്റെ മന്ത്രം ചൊല്ലിക്കൊണ്ട് മൃഗങ്ങളെ അറുത്ത് ഉണ്ടാക്കുന്ന മാംസവും ആഹാരങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ ബിരിയാണികളാണോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഉസ്താദ് വന്ന് അതിൽ തുപ്പി അതിൽ ഊതി
അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് ഹലാലെന്ന് എല്ലാവരും മനസ്സിലാക്കി. വല്ല കാര്യമുണ്ടോ? എന്റെ സംഗണി ചേച്ചി, നിങ്ങളുടെ വിവരമില്ലായ്മ ആലോചിച്ചിട്ടില്ല. എനിക്ക് ഒരുപാട് ചിരിയും വരുന്നു, ഒരുപാട് സങ്കടവും വരുന്നു. നിങ്ങളുണ്ടല്ലോ തൽക്കാലം നിങ്ങളെ സംഖ്യകൾ ഒന്നുമില്ല, നല്ല ഭക്ഷണം, അതായത് ഹലാൽ ഭക്ഷണം തൽക്കാലം കഴിക്കണ്ട. നിങ്ങൾക്ക് നല്ലതുണ്ടല്ലോ, ചാണകം മുക്കിനില്ലേ, ചാണകം മുക്കി തരുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അത് തന്നെയാ നിങ്ങൾക്ക് നല്ലത്, അത് തന്നെ നിങ്ങൾ കഴിച്ചാൽ മതി. ഹലാൽ എന്നതുകൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വൃത്തിയുള്ളത് എന്ന് തന്നെയാണ് എന്റെ ചാണക സംഗിണി. പിന്നെ ഹലാൽ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളൊന്നും വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമില്ല എന്റെ സംഗിണി ചേച്ചി. പക്ഷെ ഈ കാര്യമൊന്നും ഉണ്ടല്ലോ, സംഘികളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല, ആരൊക്കെ ഉണ്ടാവില്ല. ആ സമയത്തുണ്ടല്ലോ നായയുടെ വാലുണ്ടല്ലോ, വളഞ്ഞേക്കുന്ന വാല്, ആ വാല് പിന്നെ ശരിയാക്കാൻ പറ്റും. പിന്നെ ചേച്ചി പറഞ്ഞ പോലെ ഹലാൽ വിവാദം ഉണ്ടായപ്പോഴാണ് കേരളത്തിലെ പലർക്കും ഹലാൽ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായത്. അതുള്ളതാണ് കേട്ടോ. അതായത് പല ഹിന്ദുക്കൾക്കും ഹലാലിനോടൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതായത് ചില ഹിന്ദുക്കളെങ്കിലും തെറ്റിദ്ധരിച്ചിരുന്നു ഈ ഹലാൽ എന്ന് പറഞ്ഞത് വെറുതെ മോശ സംഭവമാണെന്ന്. പക്ഷെ സംഘികൾ ഈ സംഭവം വിവാദമാക്കിയതോടുകൂടി എല്ലാ ഹിന്ദുക്കൾക്കും കൃത്യമായിട്ട് മനസ്സിലായി ഇത് യാതൊരു കുഴപ്പമില്ല, ഇതൊരു നല്ല കാര്യമാണ്, ഇത് മെയിൻ ആയിട്ട് നല്ല വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കലാണെന്ന് ഏറെക്കുറെ എല്ലാ ഹിന്ദുക്കൾക്കും മനസ്സിലായി. പക്ഷെ ഇത് മനസ്സിലാകാത്തത് ബോധവും വീഴില്ലാത്ത നിങ്ങളെ പോലത്തെ ചാണക സംഖ്യകൾക്ക് മാത്രമാണ്. അതുകൊണ്ട് മലയാളികളെ മൊത്തം തെറ്റിദ്ധാരണ മാറ്റിയതിൽ എല്ലാ സംഖ്യക്കും, നമ്മുടെ കേരളത്തിലുള്ള ചേച്ചി അടക്കമുള്ള എല്ലാ സംഖ്യക്കും നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. ഇനി നമുക്ക് ചേച്ചിയുടെ അവസാനത്തെ ഒരു ഒന്നൊന്നര കുത്തിത്തിരിപ്പ്, ഒരു ഒന്നൊന്നര കുരുവട്ടലും കണ്ടിട്ട് വന്നാല സഹിക്കാൻ പറ്റില്ല. ഇത് അമ്മാതിരി കുരുവട്ടലാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പൊ ഈ വിഭാഗക്കാരുടെ തുപ്പിയതും ഈ വിഭാഗക്കാരുടെ ഊതിയതൊക്കെ നമ്മൾ കഴിച്ചാൽ, ഊതുവാണെങ്കിലും തുപ്പുവാണെങ്കിലും ശരി, ഈ സംഭവത്തിലൊക്കെ വായിന്ന് തുപ്പൽ തെറിക്കുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഉസ്താദിന്റെ തുപ്പലിന് അങ്ങനെ പ്രത്യേകിച്ച് അറപ്പും വെറുപ്പൊന്നും ഇല്ലാത്തവർ കഴിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. അള്ളാഹുവിന്റെ എച്ചിലോ അവർ തന്നെ കഴിച്ചോട്ടെ. ഇനിയിപ്പോ അള്ളാഹുവിന്റെ എച്ചിലോ ക്രിസ്തുവിന്റെ എച്ചിലോ കൃഷ്ണന്റെ എച്ചിലോ എന്ന് പറഞ്ഞു വന്നാലും നമ്മൾക്ക് കഴിക്കാനായിട്ട് തൽക്കാലം യാതൊരു സൗകര്യപ്പെടില്ല ഈ ഒരു കാര്യത്തിൽ. അത് അവർ തന്നെ കഴിച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഹലാലങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. നിർബന്ധിതമായ പരിപാടികളൊന്നും ഇവിടേക്ക് നടപ്പാവില്ല. ഇപ്പൊ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു ആര് നോമ്പ് പിടിക്കുന്ന സമയത്ത് ചായ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണമെന്ന്. ശ്രീകണ്ഠൻ നായർ ഉടനെ പോയിട്ട് പിന്നെ ചായക്കപ്പ് മാറ്റി വെച്ചിട്ട് വന്ന പോലെ ശ്രീകണ്ഠൻ നായരെ പോലെയല്ല. അയാള് ജാതിവാലം തൂക്കിയിട്ട് നടക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതുപോലുള്ള മനുഷ്യർക്ക് ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ, നമുക്കതിൽ യാതൊരു തരത്തിലുള്ള പരാതിയില്ല. പക്ഷെ എല്ലാവരും അതേ തറ ആണെന്നുള്ളത് ധരിക്കരുത്. എത്രയൊക്കെ നാട് മാറിയാലും എത്രയൊക്കെ മാറി ചിന്തിച്ചാലും ശരി, ഞമ്മന്റെ തലയ്ക്കകത്തുള്ള ആ മതം ഉണ്ടല്ലോ, ആ മതം അങ്ങ് പൊട്ടും. ഞമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് മതം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയില്ല. ആനയ്ക്ക് മതം പൊട്ടി എന്താണ് അവസ്ഥ? പട്ടിക്ക് പേ ഇളകി എന്താണ് അവസ്ഥ? ആരെങ്കിലും അതിന്റെ മുന്നിൽ പോവോ? മതം പൊട്ടി ആനയുടെ മുന്നിലേക്ക് ആരെങ്കിലും പോവോ? നിങ്ങൾ ആരെങ്കിലും പോവോ? പട്ടിക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ എന്റെ സംഗിണി ചേച്ചി, ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയട്ടെ, മതം പൊട്ടിയ വർഗീയവാദികളെ കാണണമെങ്കിൽ, പേ പിടിച്ച വർഗീയവാദികളെ കാണണമെങ്കിൽ നിങ്ങൾ നേരെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഊപ്പിയിലേക്ക് അങ്ങ് വിട്ടോ. അവിടെ കാണും ഒരുപാട് സംഘികൾ, മതം പൊട്ടിയ വർഗീയവാദികളായ ഒരുപാട് ചാണക സംഘികൾ. അതിന്റെ വേറൊരു ഭാഗം, അതിന്റെ വേറൊരു സാധനം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷെ കേരളത്തിലുള്ള സംഘികളുണ്ടല്ലോ, ഊപ്പിയിലെ പോലെ അത്ര മതം പൊട്ടിയ പുറത്ത് കാണിക്കൂല. കാരണം ഉണ്ടല്ല, ആ പുറത്ത് മതം പൊട്ടിയത് കാണിച്ചാല് കേരളത്തിലെ ജനങ്ങളുണ്ടല്ല നല്ലോണം പൊട്ടിക്കും. അതുകൊണ്ടാണ് സംഘികൾ അത്ര മതം പൊട്ടൽ കേരളത്തിൽ പുറത്ത് കാണിക്കാത്തത്. പിന്നെ നിങ്ങളത് തുപ്പൽ തെറിക്കുന്നതിന്റെ കഥയെല്ലാം പറഞ്ഞ് എന്റെ സംഗിണി ചേച്ചി, നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയിട്ട് ആ ഹോട്ടലിൽ ഒരാൾ ചോറ് കൊണ്ടുതരുമ്പോ ചേച്ചി നിങ്ങൾക്ക് കുറച്ച് ചോറ് കിട്ടിയെന്ന് പറയുമ്പോഴല്ല അയാളുടെ വായിന്നും തുപ്പല് തെറിക്കും. എന്തിന്? നിങ്ങളുടെയൊക്കെ എല്ലാമായി നമ്മളെ പഴയിടം നമ്പൂതിരിയില്ലേ, മൂപ്പർ ചോറ് വെക്കുമ്പോഴില്ല ഒരുപാട് തുപ്പല് തെറിക്കുന്നുണ്ട്. മൂപ്പർ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പല ചാനലും പോകുമ്പോഴില്ല മൂപ്പർ ഇങ്ങനെ പായസം ഇങ്ങനെ കക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്റർവ്യൂ കൊടുക്കാറ്. അപ്പൊ എല്ലാവരും കാണുന്നുണ്ട് മൂപ്പറ വായിന്ന് ഒരുപാട് തുപ്പല് ആ പായസത്തിൽ വീഴുന്നത്. അതുകൊണ്ട് ഈ അല്പം തുപ്പലൊക്കെ തെറിക്കുന്നതിന് വല്ലാടങ്ങ് കുരുവോട്ടല ചേച്ചിയെ അങ്ങനെയൊക്കെയാണ് കിട്ടില്ല. ചേച്ചിയുടെ ഫുഡ് തന്നെ കഴിക്കില്ല. ചേച്ചിയൊക്കെ വർത്താനം പറയുമ്പോൾ എത്ര തുപ്പല്, എമ്മാതിരി തുപ്പല് തെറിക്കുന്നുണ്ടാവും. പിന്നെ ചേച്ചി അതിനുശേഷം ഉണ്ടല്ല എച്ചിൽ കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എന്റെ ചേച്ചി എച്ചിൽ കഴിക്കുന്നത് ആചാരമായി കൊണ്ടെടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഹിന്ദുക്കളിൽ. പിന്നെ കോടതിയൊക്കെ ഇടപെട്ടിട്ട് അത്തരം കാര്യങ്ങൾ കുറെ ഇപ്പൊ നിർത്തലാക്കിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഘിണി ചേച്ചി ഉണ്ടല്ല, ബുദ്ധിയില്ലാത്ത ശ്രീകണ്ഠൻ നായരും അതിബുദ്ധിമാന്മാരായ കുറെ ചാണക സംഘങ്ങൾ കാണിച്ച വൃത്തിയുണ്ടല്ല, അത് മുസ്ലിങ്ങളെ തലയിൽ, കേരളത്തിലെ മുസ്ലിങ്ങളെ തലയിൽ കൊണ്ടിടാൻ നോക്കല്ല കേട്ട. നിങ്ങളുടെ ആ ഉടായ്പൊക്കെ ഉണ്ടല്ല, നിങ്ങളെ സംഘിയുടെ ആ ഉടായ്പൊക്കെ കേരളക്കാർ കൃത്യമായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടല്ല, ഈ സംഭവം മലയാളി ഒരൊറ്റ തള്ളിവിടലെങ്കിൽ തള്ളിക്കളഞ്ഞത്. ഇങ്ങനെ നിങ്ങളെ സംഖ്യയുടെ എല്ലാ ഉടായ്പ മലയാളികൾ തള്ളിക്കളയുമ്പോഴല്ല നിങ്ങളെപ്പോലത്തെ സംഖ്യക്ക് വല്ലാണ്ടങ്ങ് കുരുപൊട്ടുന്നത്. അതുകൊണ്ട് സംഘിണി ചേച്ചി കുരുപൊട്ടൽ നിർത്തണ്ട, തളരാൻ പാടില്ല, കുരു പൊട്ടിക്കൊണ്ടേയിരിക്കുക, ഓവർ ടൈം കുരു പൊട്ടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുരുപൊട്ടുന്ന എന്റെ സംഘിണി ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.